ആൻമരയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ നിന്നും രാവിലെ ഒരു കാർ പൂർണ്ണമായി തോടാണെന്ന് കരുതി ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു. അത് റോഡാണെന്ന് കരുതി തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി. കാർ പൂർണ്ണമായി മുങ്ങിപ്പോയി. ആ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആ കാർ പൂർണ്ണമായി പൊക്കിയെടുത്ത ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരെയൊക്കെ ആൻമരയെ കാണിച്ചിരുന്നു. എങ്ങനെയാണ് കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിലവിലെ മഴ, നിലവിലെ വെള്ളക്കെട്ട്? ഹാഷ്മി, ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട്. അത് കൊച്ചി നഗരത്തിൽ ആദ്യമായിട്ടല്ല ആ രീതിയിൽ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. കലൂർ സ്റ്റേഡിയം, എടപ്പള്ളി ജംഗ്ഷൻ, ഈ ഒരു ഭാഗങ്ങളിലെല്ലാം മാത്രമല്ല നമ്മുടെ കലൂർ കത്രിക്കടവ് റോഡൊക്കെ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ രാവിലെ കണ്ടതാണ്. ഇതിന്റെ കൂടെ തന്നെയായിരുന്നു രാവിലെ ഒരു അപകട വാർത്ത ഉണ്ടാക്കുന്നത്. റോഡാണെന്ന് കരുതി തോടിലേക്ക് പോയ ഒരു കാർ, അത് പൂർണ്ണമായിട്ടും കാറ് ആ തോട്ടിലേക്ക് മുങ്ങിപ്പോകുകയും പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആ കാർ കരയ്ക്ക് പൂർണ്ണമായിട്ടും എടുത്തത് നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ കൊച്ചി നഗരത്തിലെ ശക്തമായിട്ടുള്ള മഴ അത് ഉച്ചവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം മഴ രാവിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അല്പം മഴ തോർന്നിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഈ രീതിയിലാണ് സാഹചര്യം. മലയോര പ്രദേശങ്ങളിലെല്ലാം ഈ മഴയ്ക്ക് അല്പം ശമനമുണ്ടായെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിലാണ് വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായിട്ടുള്ള കാറ്റായിരുന്നു ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായിരുന്നത്. നിലവിൽ ഈ എറണാകുളം ജില്ലയിൽ രാവിലെ ഒരു കാർ പെട്ടതല്ലാതെ മറ്റു നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നഗരപ്രദേശങ്ങളിലെല്ലാം ഈ ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിലും പോകുന്നവർക്ക് ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മലയോര മേഖലകളിലുള്ളവരോട് ഗ്രാമങ്ങളിലുള്ളവരോടും ഈ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയാണ്. ഹാഷ്മി, ഓക്കെ. എറണാകുളത്തും തൃശ്ശൂരുമാണ് പ്രധാനമായും ഇന്ന് വല്ലാതെ മധ്യ കേരളത്തിൽ വല്ലാതെ മഴ പെയ്തു. രാവിലെയായിരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വലിയ മഴയായിരുന്നു. ആ മഴയിൽ രാവിലെ നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ ആ വെള്ളക്കെട്ടിൻ്റെയും ഒരുപക്ഷെ മുട്ടിന് മുകളിൽ വെള്ളം വരുന്ന ഒരുപാട് റോഡുകൾ കൊച്ചിയിൽ കണ്ടു. കൊച്ചിക്കാർക്ക് അതെന്തായാലും പുതിയ കാഴ്ചയല്ല.